Hi all, welcome to Exam by Olympiads. So next question നോക്കാം. If ABC are real numbers such that a plus 1 by b equal to 7 by 3, b plus 1 by c is equal to 4 and c plus 1 by a equal to 1, find ABC എന്നുള്ളതാണ് ചോദിച്ചുള്ളത്. മൂന്ന് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എഴുതി നോക്കാം ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത്. a plus 1 by b is equal to 7 by 3 ആണ്, b plus 1 by c is equal to 4 ആണ്, c plus 1 by a equal to 1 ആണ്. ഇതാണ് മൂന്ന് എക്സ്പ്രഷൻസ് തന്നിട്ടുള്ളത്. എ ബി സി ആണ് ചോദിച്ചിട്ടുള്ളത്. എ ബി സി ആണ് കാണേണ്ടത്. എങ്ങനെയാണ് എ ബി സി ജനറേറ്റ് ചെയ്യാൻ പറ്റും? വൺ മെത്തേഡ് എന്താണ്? ലൈക്ക് ഒരു മെത്തേഡ് ലൈക്ക് ഇത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് ഒരു എ ബി സി ജനറേറ്റ് ചെയ്യാൻ പറ്റും? ഇത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എ ഇൻറ്റു ബി ഇൻറ്റു സി എ ബി സി എന്ന് പറയുന്ന ടേം ജനറേറ്റ് ആവും. അപ്പം വേറെ ടേംസ് ഉണ്ടാകും, പക്ഷേ സ്റ്റിൽ എന്ത് ചെയ്യാണ്? എ ബി സി എന്ന് പറയുന്ന ടേം ജനറേറ്റ് ആവും. ബാക്കിയുള്ള ടേംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. സോ അത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വരിക? എ പ്ലസ് 1 ബൈ ബി ഇൻറ്റു ബി പ്ലസ് 1 ബൈ സി ഇൻറ്റു സി പ്ലസ് 1 ബൈ എ ഇസ് ഈക്വൽ ടു 28/3. അങ്ങനെ 28 കിട്ടിയത് ഇവിടെ 7/3 ഇൻറ്റു 4 എത്രയാണ്? 4 ഇൻറ്റു 1 എത്രയാണ്? 28/3. ഇത് എക്സ്പാൻഡ് ചെയ്യാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പം എ ബി പ്ലസ് അല്ലേ, അപ്പം ഈ രണ്ട് ടേംസ് എക്സ്പാൻഡ് ചെയ്യാം ആദ്യം. എ പ്ലസ് 1 ബൈ ബി ഇൻറ്റു ബി പ്ലസ് 1 ബൈ സി എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ സോ എ ഇൻറ്റു ബി എന്താണ്? എ ബി. പിന്നെ എന്താണ്? എ ഇൻറ്റു 1 ബൈ സി എ ബൈ സി പ്ലസ് 1 ബൈ ബി ഇൻറ്റു ബി എത്രയാണ്? 1 ആണ്, പ്ലസ് 1 ബൈ ബി ഇൻറ്റു സി പ്ലസ് 1 ബൈ എ, സി പ്ലസ് 1 ബൈ എ ഈക്വൽ ടു 28/3. ഇതാണ് എക്സ്പ്രഷൻ കിട്ടിയിട്ടുള്ളത്. ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ ബാക്കി വരിക? ഇവിടെ ഓക്കെ ഇവിടെ ഈ ഒരു ടേം ഉണ്ട് അല്ലേ, രണ്ട് ടേംസ് ഉണ്ട്. ലൈക്ക് എന്താണ്? രണ്ട് ടേംസ് അല്ല, ഈ ഒരു ബ്രാക്കറ്റും തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ വരിക? എ ബി ഇൻറ്റു സി ആദ്യം ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ്? എ ബി സി വരും. പിന്നെ എന്താണ്? എ ബി ഇൻറ്റു 1 ബൈ സി. സോ ഓരോ ടേമുകളും എന്ത് ചെയ്യുക? അങ്ങനെ ചെയ്യും. സോ എന്താ വരിക? എ ബി സി പ്ലസ് എ ബി ഇൻറ്റു 1 ബൈ എ എന്ന് പറയുന്നത് ബി ആണ്, പ്ലസ് എ ബൈ സി ഇൻറ്റു സി എത്രയാണ്? എ ആണ്. എ ബൈ സി ഇൻറ്റു 1 ബൈ എ എത്രയാണ്? 1 ബൈ സി ആണ്, പ്ലസ് 1 ഇൻറ്റു സി എത്രയാണ്? സി ആണ്, 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് എത്രയാണ് വരിക? 1 ബൈ എ ബി സി ഈക്വൽ ടു 28/3. ഇതാണ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടിയിട്ടുള്ളത്. സോ നോക്കാം എന്താണ് മാറ്റി എഴുതാം. ഇവിടെ എ ബി സി പ്ലസ് പിന്നെന്താ ബാക്കിയുള്ളത്? ഒരു 1 ബൈ എ ബി സി ഉണ്ട്. അതിന് കോമൺ ആയിട്ടല്ല, ഒരുമിച്ച് എഴുതാം. അപ്പോൾ 1 ബൈ എ ബി സി ഞാൻ ഇവിടെ എഴുതും. 1 ബൈ എ ബി സി. പിന്നെ എന്താ ഇവിടെ ബാക്കിയുള്ളത് നോക്കിയേ? എ ബി സി 1 ബൈ എ ബി സി പോയി. ഇവിടെ ഒരു എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി വരും. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് അടുത്ത എന്താ നോക്കിയേ? ഇവിടെ ഒരു 1 ബൈ ഉണ്ട്, 1 ബൈ ബി ഉണ്ട്, 1 ബൈ സി ഉണ്ട് അല്ലേ. 1 ബൈ എ 1 ബൈ ബി 1 ബൈ സി പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി ഇസ് ഈക്വൽ ടു 28/3. എ പ്ലസ് ബി പ്ലസ് സി ഇവിടുത്തെ തന്നുള്ളത് ഈ എ പ്ലസ് 1 ബൈ ബി അവിടെ നോക്കിയേ. എ പ്ലസ് 1 ബൈ ബി 7/3 ആണ്, ബി പ്ലസ് 1 ബൈ സി 4 ആണ്, സി പ്ലസ് 1 ബൈ എ ഈക്വൽ ടു 1 ആണ്. ഇതിനെ മൂന്നിനെ ഞാൻ എന്ത് ചെയ്യണം? ഓരോ പേരിട്ട് വിളിക്കാം. 1 2 3 എന്ന് പറഞ്ഞിട്ട് 1 ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആണ് എന്നുണ്ടെങ്കിൽ 1 + 2 + 3 ചെയ്താൽ എന്താ വരിക? 1 + 2 + 3 ചെയ്യുക. 1 + 2 + 3 ചെയ്യുന്ന സമയത്ത് 2 + 3 ചെയ്യുന്ന സമയത്ത് എന്താ വരിക? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി ഇസ് ഈക്വൽ ടു എത്ര വരും? 7/3 + 4 + 1 വരും. 7/3 + 4 + 1 അല്ലേ. എളുപ്പമാണ്. 7/3 + 4 + 1 വരും. എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡ്? 7/3 + 4 + 1 എത്ര വരിക? 7/3 + 4 + 1 എത്ര വരിക? 7/3 + 4 എത്രയാണ്? 7 + 12 അല്ലേ. 12 + 7 which is 19/3 plus 1 വരും which is 22/3 വരും. സോ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സിയുടെ വാല്യൂ എത്രയാണ്? 22/3 ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഈ ഒരു ടേം അല്ലേ, ഈ ഒരു ടേമിൻ്റെ വാല്യൂ വിച്ച് ഈസ് എത്രയാണ്? 22/3 ആണെന്ന് പറയാം അല്ലേ. ആ ടേമിൻ്റെ വാല്യൂ എന്താണ്? 22/3 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എന്താ വരിക? എ ബി സി പ്ലസ് 1 ബൈ എ ബി സി പ്ലസ് 22/3 ഈക്വൽ ടു 28/3. അങ്ങനെയാണെങ്കിൽ എ ബി സി പ്ലസ് 1 ബൈ എ ബി സി ഈക്വൽ ടു എന്താണ്? 28/3 മൈനസ് 22/3. 28/3 മൈനസ് 22/3 എത്രയാണ്? 6/3 ആണ്. 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 2. ഓക്കെ. സോ എ ബി സി പ്ലസ് 1 ബൈ എ ബി സിയുടെ വാല്യൂ എത്രയാണ് കിട്ടി? 2 ആണ് കിട്ടി. നമ്മളോട് എന്താണ് കാണേണ്ടത്? സ്റ്റിൽ എന്താണ്? രണ്ട് വേരിയബിൾസ് എ ബി സി എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ പേരിലാണുള്ളത് അല്ലേ. ലൈക്ക് എന്ത് ചെയ്യും? നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എയും ബി സി എന്താണെന്നുള്ളത്. പക്ഷേ നമുക്ക് കാണേണ്ടത് എന്താണ്? എ ബി സിയുടെ വാല്യൂ ആണ് കാണുന്നത്. നമുക്ക് എയും ബിയും സിയും സെപ്പറേറ്റ് അറിയണം നിർബന്ധമല്ല. എ ബി സിയുടെ വാല്യൂ കണ്ടാൽ മതി. അത് നോക്കിയേ, ഇവിടെ എ ബി സി ഉണ്ട്, ഇവിടെ ഒരു 1 ബൈ എ ബി സി ഉണ്ട്. എ ബി സിനെ ഞാൻ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, എ ബി സിയെ ഞാൻ എക്സ് എന്ന് വിളിക്കാം. സോ എന്ത് പറയാം? ലെറ്റ് എ ബി സി ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഏതാണ് ഇക്വേഷൻ? ഫോർത്ത് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈക്വൽ ടു 2. നിങ്ങൾക്ക് അറിയുന്നതാണ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം. x² പ്ലസ് എക്സ് ഈക്വൽ ടു 2x വരും. അങ്ങനെയാണെങ്കിൽ x² മൈനസ് 2x x² പ്ലസ് 1 ഈക്വൽ ടു 2x. സോ എന്ത് പറയാം?
എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ എന്താണ് 1 വരും. ഓക്കെ ആണല്ലോ. സോ എക്സിൻ്റെ വാല്യൂ എന്താണ് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ് എന്താണ് ഇവിടെ ABC ആണ്. സോ ABCയുടെ വാല്യൂ എന്താണ് 1 ആണ്. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും.